നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ നോക്കാം. ഫൈൻഡ് റാങ്ക് ഓഫ് ദ മെട്രിക്സ്. നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ഇതിന്റെ റാങ്ക് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ആദ്യം എന്താ നമ്മൾ ചെയ്യുക? എലിമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ച് ഈ 1ന്റെ താഴെ എല്ലാം 0 ആക്കണം അല്ലേ? അപ്പോൾ ആദ്യം ആ പരിപാടി നമുക്കങ്ങ് ചെയ്യാം. ഞാൻ ഈ മെട്രിക്സിനെ ഇങ്ങോട്ടൊന്ന് എടുത്ത് എഴുതുവാണേ, ശ്രദ്ധിച്ചിരിക്കുക. മെട്രിക്സ് 1 2 3 4 2 1 4 5 1 5 5 7 8 1 14 17. ഓക്കെ, എന്തൊക്കെ എലിമെന്ററി ഓപ്പറേഷൻസ് ആണ് നിങ്ങൾ പെട്ടെന്ന് എഴുതിക്കേ. ഇവിടെ 1 ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് എലിമെന്ററി ഓപ്പറേഷൻ എഴുതാൻ പറ്റും അല്ലേ? R2 gives R2 minus 2R1 R3. ഇത് R2ന്റെ എലിമെന്ററി ഓപ്പറേഷൻ. ബാക്കി എലിമെന്ററി ഓപ്പറേഷൻസ് നമുക്ക് ഈ ഒരു സ്പേസ് യൂസ് ചെയ്ത് എഴുതാം. സോ R3യിൽ നിന്നും R1ലേക്കുള്ള എലിമെന്ററി ഓപ്പറേഷൻ എന്താണ് വരിക? R3 gives R3 മൈനസ് R1 ചെയ്താൽ മതി. കാരണം 1ഉം 1ഉം ആയതുകൊണ്ട് നേരെ അങ്ങ് മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ 0 ആയിക്കോളും. R4ൽ നിന്നും R1ലേക്കുള്ള എലിമെന്ററി ഓപ്പറേഷൻ എന്താണ് വരിക? R4 മൈനസ് 8R1 അല്ലേ? R4 മൈനസ് 8R1 ആണ് വരിക. ഓക്കെ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മറ്റേ ട്രിക്ക് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും എഴുതാം. അല്ലാതെ ഇവിടെ 1 ആയതുകൊണ്ട് നമുക്ക് ഈ സെയിം നമ്പേഴ്സ് തന്നെ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ട് R1ന്റെ കൂടെ ചേർത്താൽ മതി. ഇവിടെ 2 ആയതുകൊണ്ട് R1ന്റെ കൂടെ 2 ചേർക്കുക. ഇവിടെ 8 ആയതുകൊണ്ട് R1ന്റെ കൂടെ 8 ചേർത്തിട്ട് R4ൽ നിന്ന് മൈനസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് തന്നെ ഈ എലിമെന്ററി ഓപ്പറേഷൻ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക് യൂസ് ചെയ്യുക. 1 ആകുന്ന കേസിൽ ട്രിക്ക് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ 1 ട്രിക്ക് യൂസ് ചെയ്ത് എങ്ങനെയാണ് എഴുതുക? ട്രിക്ക് ഒന്നും അല്ലടേ, സിമ്പിൾ ആയിട്ട് കണ്ട് മനസ്സിലാക്കി എഴുതേണ്ട കാര്യം തന്നെയാണ്, ഒരു ട്രിക്കാക്കി പറയുന്നേ ഉള്ളൂ. ശ്രദ്ധിച്ചിരിക്കുക. എലിമെന്ററി ഓപ്പറേഷൻ R4ൽ നിന്ന് R1ലേക്കാണ് എഴുതേണ്ടതെന്ന് അറിയാം. അപ്പൊ R4 എഴുതി, R1 എഴുതി, രണ്ട് സൈനും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ കണക്ട് ചെയ്യേണ്ടത് മൈനസ് വെച്ചിട്ടാണെന്നറിയാം. R4 കൺസിഡർ ചെയ്യുമ്പോൾ R1ന്റെ കോയിഫിഷ്യന്റ് വേണം കൊടുക്കാൻ, R1 കൺസിഡർ ചെയ്യുമ്പോൾ R4ന്റെ കോയിഫിഷ്യന്റ് വേണം കൊടുക്കാൻ. ഈ ഇക്വേഷൻ തന്നെയാണ് മുമ്പ് എഴുതിയത്, R4 മൈനസ് 8R1 എന്നുള്ളത്. ഓക്കെ, അപ്പൊ സംഭവം ഇത് എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് എഴുതാൻ അറിയാവുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ബാക്കിയുള്ളത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് എലിമെന്ററി ഓപ്പറേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് വരാം. R4 മൈനസ് 2R1. അപ്പൊ നമ്മുടെ R1ന് മാറ്റമില്ല, 1 2 3 4 സെയിം തന്നെയാണ്. ബാക്കിയുള്ള 3 റോസിന് മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. സോ R4 മൈനസ് 2R1 ഫസ്റ്റ് എന്താണ്? 2 മൈനസ് 2 ഇൻറ്റു 1 ശരിയല്ലേ? 2 മൈനസ് 2 ഇൻറ്റു 1 0 ആണ് വരിക. അടുത്ത 1 മൈനസ് 2 ഇൻറ്റു 2 ശരിയല്ലേ? 1 മൈനസ് 2 ഇൻറ്റു 2 1 മൈനസ് 4 1 മൈനസ് 4 എന്താണ്? മൈനസ് 3 ശരിയാണല്ലോ. നെക്സ്റ്റ് R2 മൈനസ് 2R1 ആണ്. അപ്പോൾ എന്താണ്? 4 മൈനസ് 2 ഇൻറ്റു 3 4 മൈനസ് 6 വരും. 4 മൈനസ് 6 എന്താണ്? മൈനസ് 2. അടുത്തത് 5 മൈനസ് 2 ഇൻറ്റു 4 ശരിയല്ലേ? 5 മൈനസ് 2 ഇൻറ്റു 4 എന്താണ് വരിക? 5 മൈനസ് 8 ആണ് വരിക ശരിയല്ലേ? 5 മൈനസ് 8 എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 3. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. നെക്സ്റ്റ് അടുത്ത R3 യൂസ് R3 മൈനസ് R1 നേരെ മൈനസ് ചെയ്ത് എഴുതിയാൽ മതി അല്ലേ? R3യിൽ നിന്ന് R1 കുറച്ച് എഴുതിയാൽ മതി. ആദ്യത്തെ എന്താണ്? 1 മൈനസ് 1 0 ആണ് ഉത്തരം കിട്ടുക. നെക്സ്റ്റ് എന്താണ്? 5 മൈനസ് 2 5 മൈനസ് 2 എന്താണ് വരിക? 3 ആണ് വരിക. നെക്സ്റ്റ് 5 മൈനസ് 3 5 മൈനസ് 3 എന്താണ് വരിക? 2 ആണ് വരിക. നെക്സ്റ്റ് 7 മൈനസ് 4 7 മൈനസ് 4 എന്താണ്? 3. ഓക്കെ, ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല, വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, കാൽക്കുലേറ്ററിന്റെ ഒന്നും ആവശ്യമില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ്. നെക്സ്റ്റ് R4 മൈനസ് 8R1 ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് വരും? 8 മൈനസ് 8 ഇൻറ്റു 1 ആൻസർ എന്താണ് വരിക? 0 ആണ് വരിക. നെക്സ്റ്റ് 1 മൈനസ് 8 ഇൻറ്റു 2 1 മൈനസ് 16 അല്ലെ? 1 മൈനസ് 16 ആൻസർ മൈനസ് 15 വരും, മൈനസ് 15. നെക്സ്റ്റ് എന്താണ് വരിക? 14 മൈനസ് 8 ഇൻറ്റു 3 14 മൈനസ് 324 അല്ലേ? 324 14 6 4 അപ്പം 6 4 10 മൈനസ് 10 വരും അല്ലേ? മൈനസ് 10 14 24 പോയാൽ മൈനസ് 10 വരും. ഓക്കെ എന്ന് വിചാരിക്കുന്നു. അടുത്തത് 17 മൈനസ് 8 ഇൻറ്റു 4 17 മൈനസ് 8 ഇൻറ്റു 4 ശരിയാണല്ലോ? 17 R4th പൊസിഷൻ 17 മൈനസ് 8 ഇൻറ്റു R1th പൊസിഷൻ 4 ഇതിന്റെ ആൻസർ എന്താണ് വരിക? മൈനസ് 15. ശ്രദ്ധിക്കുക, എന്താണ്? മൈനസ് 15. ഓക്കെ, 32 17 പോയാൽ മൈനസ് 15 അല്ലേ? 7 5 12 കറക്റ്റാണ്. ഓക്കെ എന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന എലിമെന്ററി ഓപ്പറേഷന് ശേഷം നമുക്ക് കിട്ടുന്ന ഉത്തരം.
ഇനി നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന്റെ താഴെ നമ്മൾ 0 ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത എന്താണ്, സെക്കൻഡ് റോയിൽ പിവോട്ട് എലമെന്റ് -3 ആണ്, അതിന്റെ താഴെ നമുക്ക് എന്താക്കണം, 0. നേരത്തെ പറഞ്ഞ ഡയഗണലിന്റെ സംഗതി ഓർത്ത് വെച്ചാൽ മതി. സോ ഈ ഡയഗണൽ എലമെന്റ്സിന് താഴെ എല്ലാം നമ്മൾ എന്താക്കണം, 0 ആക്കണം. ശരിയല്ലേ? ഇനി ഈ -3യുടെ താഴെ 3യും -15ഉം എന്താക്കണം, 0 ആക്കണം. ഇത് ഓപ്പോസിറ്റ് സൈൻസ് വന്നു കഴിഞ്ഞാൽ വളരെ നിസ്സാരമാണ് എലമെന്ററി ഓപ്പറേഷൻ എഴുതാൻ. എന്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ പോരെ. -3യും +3യും വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ പോരെ. അതായത് R3 gives R3 + R2 ചെയ്താൽ പോരെ. ശരിയല്ലേ? -3യും +3യും കൂടെ ആഡ് ചെയ്താൽ ആൻസർ എന്താവും, 0 ആവും. ഈ കോയിഫിഷ്യൻസ് 3 കൊടുക്കണമെന്ന് നിർബന്ധമില്ല, 3 കൊടുത്താലും ഇതേ ഉത്തരം തന്നെയാവും കിട്ടുക. ഓക്കെ, ഇനി മറ്റേ ട്രിക്ക് വെച്ചിട്ട് ഇതെങ്ങനെയാണ് വരിക എന്ന് നോക്കാം. സിമ്പിൾ ലോജിക്ക് മതി ട്രിക്ക് യൂസ് ചെയ്യണമെന്നില്ല. സിമ്പിൾ ലോജിക്ക് യൂസ് ചെയ്യേണ്ടത് സിമ്പിൾ ലോജിക്ക് യൂസ് ചെയ്യുക. കോംപ്ലിക്കേറ്റഡ് നമ്പേഴ്സ് വരുന്ന കേസിൽ ഞാൻ മുമ്പേ പറയാറുള്ള ട്രിക്ക് യൂസ് ചെയ്യുക. നമുക്ക് R3യിൽ നിന്നും R2യിലേക്കാണ് എലിമെന്ററി ഓപ്പറേഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഓപ്പോസിറ്റ് സൈൻസ് ആയതുകൊണ്ട് ഞാൻ പ്ലസ് വെച്ചിട്ട് കണക്ട് ചെയ്യും. ഇനി വിത്തൗട്ട് കൺസിഡറിംഗ് ദ സൈൻ ഐ ആം റൈറ്റിംഗ് ദ കോയിഫിഷ്യൻസ്. R3 കൺസിഡർ ചെയ്യുമ്പോൾ R2ന്റെ കോയിഫിഷ്യന്റ്, R2 കൺസിഡർ ചെയ്യുമ്പോൾ R3യുടെ കോയിഫിഷ്യന്റ്, രണ്ടും സെയിം ആണ്. അപ്പോൾ ഇതാണ് എലിമെന്ററി ഓപ്പറേഷൻ. 3 കൊണ്ട് കട്ട് ചെയ്താൽ എന്താണ് വരിക, R3 + R2. അപ്പോൾ ഇത് ഞാൻ നേരിട്ട് മുമ്പ് എഴുതിയെന്നേ ഉള്ളൂ. -3യും +3യും ആഡ് ചെയ്താൽ തീർച്ചയായിട്ടും ആൻസർ എന്താണ് വരിക എന്ന് നമുക്കറിയാം. ആൻസർ 0 ആണ് വരിക എന്നറിയാം. ശരിയല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ എലിമെന്ററി ഓപ്പറേഷൻ. അതേപോലെ തന്നെ -15ന്റെ പ്ലേസിൽ എന്താക്കണം, 0. ശരിയല്ലേ? അപ്പം R4 gives, R4ൽ നിന്ന് നമ്മൾ R2യിലേക്കാണ് എലിമെന്ററി ഓപ്പറേഷൻ ചെയ്യേണ്ടത്. R4ൽ നിന്നും R2യിലേക്കാണ് എലിമെന്ററി ഓപ്പറേഷൻ ചെയ്യേണ്ടത്. രണ്ടും സെയിം സൈൻ ആണ് അല്ലേ? രണ്ടും സെയിം സൈൻ ആകുമ്പോൾ മൈനസ് വെച്ചിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. R4 കൺസിഡർ ചെയ്യുമ്പോൾ വിത്തൗട്ട് കൺസിഡറിംഗ് ദ സൈൻ R4 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ R4ൽ R2ന്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള 3 വേണം എഴുതാൻ. R2 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ R4ന്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള -15. അപ്പോൾ -15 എന്നുള്ളത് +15 ആക്കി ഇട്ടാൽ മതി. കാരണം സൈൻ നമ്മൾ കൺസിഡർ ചെയ്യില്ല റിലേഷൻ എഴുതുന്ന, അതായത് എലിമെന്ററി ഓപ്പറേഷൻ എഴുതുന്ന കേസിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എലിമെന്ററി ഓപ്പറേഷൻസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, നമ്മുടെ അടുത്ത എലിമെന്ററി ഓപ്പറേഷനിലേക്ക് നമുക്ക് കയറാം. ഇത് R3 + R2 വളരെ ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോയ്ക്കും സെക്കൻഡ് റോയ്ക്കും മാറ്റം വരുന്നില്ല. ഫസ്റ്റ് റോ സെക്കൻഡ് റോ അതേപോലെ എഴുതാം. 1 2 3 4. സെക്കൻഡ് റോ എന്താണ്, 0 -3. ശ്രദ്ധിക്കുക, 0 -3 -2 -3. ഇനിയിപ്പം R3 + R2, 0 + 0 0 ആണ്. -3 + 3 0 ആണ്. 2 - 2 എന്ന് പറയുന്നത് 0 ആണ്. 3 + -3 എന്ന് പറയുന്നത് എന്താണ്, 0. ഓക്കെ, അപ്പോൾ അവനെല്ലാം 0 ആയി പോയിട്ടുണ്ട്. ഇനി അടുത്ത എന്താണ്, ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ 3 കൊണ്ട് കട്ട് ചെയ്യാം. 3 കൊണ്ട് കട്ട് ചെയ്താൽ എന്താണ് വരിക, ശ്രദ്ധിച്ചിരിക്കുക. 3 കൊണ്ട് കട്ട് ചെയ്യാമല്ലോ. R4 - 5 R2 എന്ന് വരും. ശരിയല്ലേ? 5 ആണ് 15 വരിക. ശരിയല്ലേ? R4 - 5 R2. 3 കൊണ്ട് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക് ബാക്കി സോൾവ് ചെയ്തെടുക്കാൻ. ഇങ്ങനെ കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് വരികയാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് എഴുതാമെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സോ R4 - 5 R2 ഒന്ന് അപ്ലൈ ചെയ്ത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. -15 -5 ഇൻറ്റു, ഇപ്പോൾ ഈ എലമെന്റ് 0യും 0യും തമ്മിൽ ചെയ്താൽ എന്തായാലും ഉത്തരം 0 ആവുമെന്ന് അറിയാം. ഇനി അടുത്ത നോക്കിയാൽ മതി. -15 -5 ഇൻറ്റു -3. ഇപ്പം -15 + 15 വരും. ഉത്തരം എന്താണ് വരിക, 0 ആണ് വരിക. നെക്സ്റ്റ് -10 -5 ഇൻറ്റു -2. -10 + 10 വരും. അപ്പോൾ അവിടെ ഉത്തരം 0 ആണ് വരിക. നെക്സ്റ്റ് -15 -5 ഇൻറ്റു -3. -15 + 15 വരും. ഉത്തരം എന്താണ് വരിക, 0 ആണ് വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ എലിമെന്ററി ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന്റെ താഴെ 0 ആയിട്ടുണ്ട്. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിന്റെ താഴെ 0 ആയിട്ടുണ്ട്. അഥവാ നമ്മൾ ഡയഗണലി നോക്കുകയാണെങ്കിൽ താഴെ എല്ലാം 0 എലമെന്റ്സ് ആണ്. അപ്പോൾ അത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിട്ട് കൺവേർട്ടഡ് ആയിട്ടുണ്ട്. ഗോസ് എലിമിനേഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏത് ഫോമിലായി, റോ റെഡ്യൂസ്ഡ് ഫോമിലായി. ശരിയല്ലേ? സീറോസ് പോകുന്നത് ഇൻക്രീസിങ് ഓർഡറിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് റോ റെഡ്യൂസ്ഡ് ഫോമിലായി എന്നുള്ളതിന് നമുക്ക് സംശയമൊന്നുമില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് എക്ലൻ ഫോമിലേക്ക് മാറ്റാൻ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. എക്ലൻ ഫോമിലേക്ക് മാറ്റാൻ പറയാത്തത് കൊണ്ട് തന്നെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രണ്ണം ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് തന്നെ എഴുതി വെക്കാം. റാങ്ക് ഈസ് ഈക്വൽ ടു എന്താണ്, 2. റാങ്ക് ഈസ് ഈക്വൽ ടു എന്താണ്, 2. കാരണം ക്വസ്റ്റ്യനിൽ എക്ലൻ ഫോമിലേക്ക് മാറ്റാൻ പറയുന്നില്ല. ഇനി എക്ലൻ ഫോമിലേക്ക് മാറ്റാൻ പറയുന്നുണ്ടായിരുന്നുവെങ്കിൽ ഒരു എലിമെന്ററി ഓപ്പറേഷൻ കൂടെ നമ്മൾ ചെയ്യേണ്ടി വന്നേനെ. എന്തായിരുന്നു ആ എലിമെന്ററി ഓപ്പറേഷൻ? R2 gives R2 by -3 അല്ലേ?
-3 കൊണ്ട് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്യേണ്ട എലമെന്ററി ഓപ്പറേഷൻ കൂടെ ചെയ്യേണ്ടി വന്നേനെ. എന്നാൽ മാത്രമേ ഈ ഒരു പിവോട്ട് എലമെന്റ് എന്താവുള്ളൂ, 1 ആവുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഇവിടെ 1 1 കിട്ടും, ഇവിടെ 2/3 കിട്ടും, ഇവിടെ 1 കിട്ടും. ശരിയല്ലേ? -3/-3 1 കിട്ടും, ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 2/3 കിട്ടും. അപ്പോൾ ആ ഒരു സ്റ്റെപ്പും കൂടെ എഴുതിയതിന് ശേഷം വേണം എക്ലൻ ഫോം എന്നുള്ളൊരു വാക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. ഇവിടെ എക്ലൻ ഫോമിലേക്ക് ആക്കാൻ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അപ്പോൾ നേരിട്ട് നമ്മൾ റാങ്ക് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതിയാൽ മതി, 2 എന്ന് എഴുതിയാൽ മതി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 7 മാർക്കിനാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ ചോദ്യം വന്നത്. വളരെ നിസ്സാരമായിട്ട് 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സോ റാങ്ക് കണ്ടുപിടിക്കാനുള്ള അടുത്ത ചോദ്യം, ബൈ റെഡ്യൂസിങ് ടു എക്ലൻ ഫോം ഫൈൻഡ് റാങ്ക് ഓഫ് ദ മെട്രിക്സ്. ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് 3 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. എ 3 മാർക്ക് പ്രെഡിക്റ്റബിൾ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് എയിൽ 10 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ആ 10 ചോദ്യങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല. പാർട്ട് ബിയിലേക്ക് വരുമ്പോഴേ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ അവിടെ എസ്എ ക്വസ്റ്റ്യൻസ് ആണ്, 7 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വെച്ച് 5 മൊഡ്യൂളിൽ നിന്ന് 10 ചോദ്യങ്ങളാണ് പാർട്ട് എയിൽ ഉണ്ടാവുക. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആൻസർ ആണ്. എല്ലാം നമ്മൾ ആൻസർ ചെയ്യണം. എല്ലാ മൊഡ്യൂൾസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ചോദ്യങ്ങൾ വെച്ചുണ്ടാവും. അപ്പോൾ പാർട്ട് എയിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന 3 മാർക്കിന്റെ ഒരു ചോദ്യമാണ് റാങ്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. വളരെ നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അവർ ഇതേപോലെ റാങ്ക് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട്. സോ അത് തീർച്ചയായിട്ടും നോക്കി വെക്കണം. ഒരുപാടൊന്നും ചെയ്യാനുണ്ടാവില്ല, പക്ഷെ തീർച്ചയായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ അപ്പോൾ റാങ്ക് കണ്ടുപിടിക്കണം നമുക്ക് ഈ മെട്രിക്സിന്റെ. നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ സോൾഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ്. 1 2 3 4 5 6 1 1 1. സോ ആദ്യം എന്താണ് ചെയ്യുക, നമുക്ക് ഈ 4ഉം 1ഉം 0 ആക്കി മാറ്റണം. അപ്പം അതിനുവേണ്ടി എലമെന്ററി ഓപ്പറേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഏതൊക്കെ എലമെന്ററി ഓപ്പറേഷൻസ് ആണ് വരിക? R2 gives R2 minus 4R1 ഒരു എലമെന്ററി ഓപ്പറേഷൻ വരും. കാരണം 4 minus 4 into 1 0 ആവും എന്നറിയാം. അടുത്തത് ഡയറക്റ്റ് മൈനസ് ചെയ്താൽ മതി. 1 minus 1 0 ആവും. അതായത് R3 gives R3 minus R1 ചെയ്താൽ ഡയറക്ട്ലി ആൻസർ എന്താവും? 0 ആവും. ഓക്കെ, സോ ഫസ്റ്റ് റോയ്ക്ക് മാറ്റമൊന്നുമില്ല. 1 2 3. സെക്കൻഡ് റോ നമുക്ക് മാറ്റാം. 4 minus 4 into 1 ആൻസർ നമുക്ക് 0 കിട്ടും. നെക്സ്റ്റ് 5 minus 4 into 2. 5 minus 8 വരും. ശരിയല്ലേ? 5 minus 8 എന്താണ്? -3. നെക്സ്റ്റ് 6 minus 4 into 3. ശരിയാണല്ലോ? 6 minus 4 into 3. 6 minus 12 വരും. അത് -6 ആണ്. നെക്സ്റ്റ് നേരെ മൈനസ് ചെയ്യാം. 1 minus 1 ഉത്തരം എന്താണ് വരിക? 0 ആണ് വരിക. നെക്സ്റ്റ് 1 minus 2 ഉത്തരം എന്താണ് വരിക? -1 ആണ് വരിക. നെക്സ്റ്റ് 1 minus 3. ശ്രദ്ധിക്കുക, 1 minus 3. 1 minus 3 എന്താണ്? -2. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത ജോലി എന്താണ്? ഈ -3യുടെ സഹായത്തോടു കൂടി -1 0 ആക്കണം. ശരിയല്ലേ? -3യുടെ സഹായത്തോടു കൂടി -1 0 ആക്കണം. അതിനുവേണ്ടി ഏത് എലമെന്ററി ഓപ്പറേഷൻ ചെയ്യാം? അപ്പോൾ R3യിലാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. R3യിൽ നിന്നും R2യിലേക്കാണ് എലമെന്ററി ഓപ്പറേഷൻ ചെയ്യേണ്ടത്. സെയിം സൈൻ ആയതുകൊണ്ട് കണക്ട് ചെയ്യേണ്ടത് മൈനസ് വെച്ചിട്ടാണ്. R3 കൺസിഡർ ചെയ്യുമ്പോൾ R2ന്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള 3 വേണം എഴുതാൻ. R2 കൺസിഡർ ചെയ്യുമ്പോൾ R1ന്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള 1. വിത്തൗട്ട് കൺസിഡറിങ് സൈൻ ആയതുകൊണ്ട് 1 R2 എന്ന് എഴുതേണ്ട. 1 R2 എന്ന് എഴുതിയാലും സംഭവം തന്നെയാണ്, R2 തന്നെയാണ്. സോ ഈ എലമെന്ററി ഓപ്പറേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് റോയ്ക്കും സെക്കൻഡ് റോയ്ക്കും മാറ്റമില്ല. ഫസ്റ്റ് റോ 1 2 3, സെക്കൻഡ് റോ 0 -3 -6. സോ ശ്രദ്ധിച്ചിരിക്കുക, ഇത് മാറ്റുമ്പോൾ എന്ത് വരും? 3 into 0 -1 into 0. അപ്പോൾ ഇവിടെ ഉത്തരം 0 ആണ് വരിക. നെക്സ്റ്റ് 3 into -1 -1 into -3. അപ്പം -3 + 3 ആണ് വരിക. ഉത്തരം എന്താണ്? 0. ഓക്കെ, സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. 0 ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു എലമെന്ററി ഓപ്പറേഷൻ ചെയ്യുന്നത് തന്നെ. നെക്സ്റ്റ് 3 into -2 -1 into -6. സോ എന്താണ് വരിക? -6 + 6. ഉത്തരം എന്താണ് വരിക? 0 ആണ് വരിക. സോ ആൻസർ എന്താണ്? 0. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് നമ്മുടെ റോ റെഡ്യൂസ്ഡ് ഫോം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളോട് പർട്ടിക്കുലർലി എക്ലൻ ഫോം ആക്കാനായിട്ട് പറയുന്നുണ്ട് അല്ലേ? എക്ലൻ ഫോം ആക്കാനായിട്ട് പറയുന്നുണ്ട്. റോ റെഡ്യൂസ്ഡ് ഫോം ആയെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത്? ഡയഗണൽ എലമെന്റ്സിന്റെ താഴെയെല്ലാം സീറോസ് ആണ്. ഇപ്പോൾ റോ റെഡ്യൂസ്ഡ് ഫോം ആണെന്ന് മനസ്സിലായി. പിവോട്ട് എലമെന്റ്സിന്റെ എല്ലാം താഴെ 0 ആണ് അല്ലെ? പിവോട്ട് എലമെന്റ് 1 ആകണമെന്ന് റോ റെഡ്യൂസ്ഡ് ഫോമിൽ നിർബന്ധമില്ല. പക്ഷേ എക്ലൻ ഫോം ആണെങ്കിൽ പിവോട്ട് എലമെന്റ്സ് 1 ആവണം. അതിനുവേണ്ടി ഈ -3 1 ആക്കാനായിട്ടുള്ള ഒരു എലമെന്ററി ഓപ്പറേഷൻ ആണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്. R2 gives R2 by -3. സോ ഫൈനലി ആൻസർ എന്താണ് വരിക? 1 2 3
0 -3/-3 1 വരും, -6/-3 2 വരും, 0 0 0. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഉത്തരം വരിക. സോ ഇത് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് എഴുതാൻ, റാങ്ക് എഴുതാൻ. റാങ്ക് ഇസ് ഈക്വൽ ടു, റാങ്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് നോൺ സീറോ റോസ്. ഇതൊരു നോൺ സീറോ റോ ആണ്, ഇതും ഒരു നോൺ സീറോ റോ ആണ്, ഇത് പക്ഷേ സീറോ റോ ആണ്. സോ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് നോൺ സീറോ റോസ് 2 ആണ് ആൻസർ വരെ. 2 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ റാങ്ക് ഇസ് ഈക്വൽ ടു എന്താണ്, 2. ക്രിസ്റ്റൽ ക്ലിയർ, അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇത് 3 മാർക്കിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ.